2022 മോഡൽ 23 രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ IMT GT പ്ലസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വാറണ്ടി കഴിഞ്ഞു. നമ്മുടെ ഷോറൂം ലിമിറ്റഡ് പ്ലസ് ആണ്. അതായത് പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ എല്ലാം വരുന്ന ഓപ്ഷനാണ്. പ്ലസ് ടോപ്പ് ആണോ? ഇതിന്റെ മുകളിൽ S പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 4 വർഷം വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. കിലോമീറ്റർ ഇത് 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും അനസിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ക്യാപ്സൽ കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത് ക്യാപ്സിൻ്റെ. അപ്പോൾ ക്യാപ്സിൻ്റെ ഇന്നൊരു കൊമേഴ്ഷ്യലിൻ്റെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട്. ടാറ്റൻ്റെ പാവങ്ങാടാണ് സ്ഥലം വരുന്നത്. ടാറ്റ പുതിയ ഷോറൂമിൻ്റെ ഡീലർഷിപ്പാണ് കൊമേഴ്ഷ്യലിൻ്റെ. അപ്പോൾ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നോക്കുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. കോഴിക്കോട് പാവങ്ങാടാണ് അതിൻ്റെ ലൊക്കേഷൻ. നമ്മൾ ഒഫീഷ്യൽ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ ഇട്ടിട്ട് കാര്യമുണ്ടോ അല്ല, കാരണം ഇനാഗ്രേഷൻ ഇനാഗ്രേഷൻ കഴിഞ്ഞാലും ആൾക്കാർക്ക് പോകാമല്ലോ. അല്ല പറയാ, ഇനാഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്യണേന്ന് വിചാരിക്കരുത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സാധാ സ്റ്റോക്ക് തന്നെയാണ് എല്ലാം. SUV, സെഡാന്, നമ്മളെ സ്ഥിരം കാറ്റഗറി. ഓക്കെ, അതാണ് നമുക്കും ഇഷ്ടം, നമ്മളെ പ്രേക്ഷകർക്കും ഇഷ്ടം. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. എല്ലാത്തിനും പ്രൈസ് ഒന്ന് നല്ല പൊട്ടിച്ച് എല്ലാത്തിനും കുറച്ചിട്ട് നമ്മുടെ എല്ലാത്തിനെയും വില പറഞ്ഞുതരാം. പുതിയ എല്ലാം വില പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ പറഞ്ഞതല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ഉണ്ട്. ഒരു 5-6 വണ്ടി പോയിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ടോക്കൺ ചെയ്ത ചില കേസസ്, അതായത് ഈ 5 എണ്ണം കൂടാതെ ടോക്കൺ ചെയ്ത കേസസ് ചിലത് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. ലോണ് കാര്യങ്ങൾ, ലോണിൻ്റെ പ്രശ്നത്തിലല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം സ്റ്റോക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം. കിയ സോണറ്റ് ആണ് ആദ്യ വാഹനം. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. GT ലൈൻ ടോപ്പ് എൻഡ് ആണ്. ഡീസലോ പെട്രോൾ? ഇത് പെട്രോൾ. ഓക്കെ, 2022 മോഡൽ 23 രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ IMT GT പ്ലസ്. ഓക്കെ, IMT ആണ്. അറിയാലോ, മാനുവലി ഗിയർ മാറ്റാൻ പറ്റും, ക്ലച്ച് ഉണ്ടാവില്ല. അതെ, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, എല്ലാം ഉണ്ട്. ക്യാമറ ഉണ്ട്. ഇല്ല, ഇവർക്ക് സോണറ്റിനില്ല, 360 ഇല്ല. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. മൈലേജും ഒരു 12-15 ഏകദേശം മൈലേജ് കിട്ടും. അതിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 9,90,000 രൂപ. കിലോമീറ്റർ എത്രയുണ്ട്? 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 9,90 ഇപ്പോൾ ചോദിക്കുന്നത്. 9,90. പുതിയ എത്ര ഉണ്ട് ഏകദേശം? ഇന്നിപ്പോൾ GTX-ൽ IMT അല്ല വരുന്നത്, HTX വരെ IMT വരുന്നുണ്ട്. GTX-ലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഓക്കെ, GTX IMT ലാസ്റ്റ് വന്നത് 15,25. ലാസ്റ്റ് പ്രൈസ് 15,25. ഇപ്പോൾ IMT വരുന്നില്ല. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പോൾ വാറണ്ടിയിലും ആയിരിക്കും 26 വരെ വാറണ്ടി. കമ്പനി വാറണ്ടി ഉണ്ട്. 28 വരെ ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് അല്ലേ? അപ്പോൾ കമ്പനി വാറണ്ടി തന്നെ കാണാം. 9,90 2022 മോഡൽ 23 രജിസ്ട്രേഷൻ GT ലൈൻ ടോപ്പ് എൻഡ് ഈ ഒരു പെട്രോൾ IMT സോണറ്റ് കൊണ്ടുപോകാം. ലോണും ഒരു 9 lakh കിട്ടും. കയറും. അടുത്തത് ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. KL 2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ GT പ്ലസിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് 2 ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട്. 1 ലിറ്റർ 1.5. 1.5 ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഗിയർ ബോക്സ് DSG വരിക, മറ്റേ ടോർക്ക് കൺവെർട്ടറാണ്. DSG എന്ന് വെച്ചാൽ ടോർക്ക് കൺവെർട്ടറൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ഓടിക്കുന്നതിനിടക്ക് ഒരു ലാഗൊക്കെ ഫീൽ ചെയ്താലും ഇല്ലാതൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാനുവൽ ഓടിക്കുന്നത് എങ്ങനെയാണോ നമുക്ക് വേണ്ട പവർ കിട്ടിയിട്ട് ഗിയർ മാറുന്ന അതേ ഫീലിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനമാണ് അല്ലേ? കിലോമീറ്റർ എത്രയും? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഇന്ന് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ആ ഒരു ഫീൽ ഉണ്ടോ? 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കിടക്കുന്ന 2021 GT ലൈൻ ടോപ്പ് എൻഡ് 1.5 ടൈഗറാണ്. ഡാഷ്ബോർഡിലൊക്കെ ചെറിയൊരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുതിയൻ്റെ വില ഇതിൻ്റെ പുതിയൻ്റെ വില 23 ലക്ഷം രൂപയാണ്. ഇപ്പോഴത്തെ നമ്മളെ ക്യാപ്സ്കാസ് ചോദിക്കുന്നത് 13,65,000 രൂപ. പുതിയനിപ്പോൾ കൂടിയിട്ടുണ്ടാവും. അന്നത്തെ വില ഏകദേശം ഒരു 20 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇപ്പം കൂടുകയാണോ? കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് 21 മാറിയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഒരു 20 ലക്ഷത്തിൻ്റെ മേലെ എന്തായാലും അന്നും ഉണ്ടാവും വില. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 13,65 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. വാറണ്ടി എല്ലാം കഴിഞ്ഞില്ല, ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ ആയിട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1.5 ആണ് ഇത്. 1 ലിറ്റർ പോലെ മൈലേജ് കിട്ടൂല. ഇതിനൊരു
നന്നായി പവർ ഉണ്ടാവും. അതെ, പവർ ഉണ്ടാവും. 9-12 വരെ, 9 മുതൽ 12 വരെ അതൊക്കെ കണ്ടാൽ മതി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോക്സ് വാഗൺ വെർട്ടസ് ആണ്, സെഡാൻ കാറ്റഗറി വാഹനം, KL 13 കണ്ണൂർ വണ്ടി. ഇതേതാ, ടോപ്പ് ലൈൻ ആണോ? ഇത് GT പ്ലസ് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ GT പ്ലസ്. സെയിം സാധനം തന്നെ, സെയിം കളറുമാണ്, സെയിം കളറും എല്ലാം സെയിം ആണ് അല്ലേ? ഇത് 2022 മോഡല്, പെട്രോൾ ഓട്ടോമാറ്റിക് 1.5 GT പ്ലസ് ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 മാത്രം ഓടിയ വാഹനമാണ്. ഒരു ക്ലെയിമില്ലല്ലോ? ഇല്ലല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറണ്ടിയും ഉണ്ട്. എത്ര വരെയുണ്ട് ഇപ്പോൾ? 2026 3-ാം മാസം വരെ കമ്പനി വാറണ്ടി. എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിരിക്കും രണ്ടിലും? രണ്ടിലും ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും എല്ലാം സെയിം ആയിരിക്കും. എഞ്ചിനും എല്ലാം സെയിം ആണ്. കാറ്റഗറി സെഡാനും ഇത് കോമ്പാക്ട് SUV അത്രയേ ഉള്ളൂ. ഇത് 22 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഇതിന്റെ വില എത്ര? പുതിയതിന്റെ വില എത്ര? പുതിയതിന്റെ വില 22 ലക്ഷം രൂപ. ഇപ്പൊ നമ്മൾ ക്യാപ്സ് കാസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. ഇതിനും അന്ന് ഏകദേശം ഒരു 20 ലക്ഷത്തിന്റെ മുകളിൽ വില ഉണ്ടാവും. വില ഉണ്ട് അല്ലേ? അന്ന് ഇറങ്ങുമ്പോഴുള്ള വില എന്ന് പറയുന്നത് അതും ഉണ്ടാവണം. അപ്പോൾ ഇതിനിപ്പോൾ 15 ചോദിക്കുന്നല്ലോ? 15. ഓക്കെ, ഇതിനേക്കാൾ കുറച്ചും കൂടി മാർക്കറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇത് മോഡലും കൂടുതലാണ്, പിന്നെ കിലോമീറ്ററും 15,000 ഓടിയിട്ടുള്ളൂ, മറ്റേ 50,000 ഓടിയിട്ടുണ്ടായിരുന്നു. ആ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിക്കാം? ലോൺ എത്ര കയറും? നമുക്കൊരു 85-90% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. കിട്ടും. നിങ്ങൾ കിയ മാറ്റി ഫോക്സ് വാഗൺ ഏറ്റെടുത്തു? ഇല്ല, ഏറ്റെടുത്തിട്ടില്ല. എന്നാലും ഉണ്ട്, ഇനിയും വരുന്നുണ്ട്. സ്ക്വാഡ്രൻ്റെ ഇതിപ്പോൾ 3ാമത്തെ വണ്ടിയാണ്. KL 24 രജിസ്ട്രേഷനുള്ള ടൈഗൂണാണിത്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, 22 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ, മാനുവൽ, ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ടോർക്ക് കൺവെർട്ടർ മാനുവൽ അല്ല? മാനുവൽ, സോറി, അപ്പോൾ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം, ടർബോ എഞ്ചിനാണ്. വാറണ്ടി ഇപ്പോൾ എത്ര വരുന്നുണ്ട്? 2026 വരെ വാറണ്ടി ഉണ്ട്. 26 വരെ വാറണ്ടി കിട്ടുകയാണ്. ഇതിൽ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരും, വയർലെസ് ചാർജർ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിലോമീറ്റർ ആണ്. എത്രയാ? ആകെ 3500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഉറപ്പിക്കാവോ? 100%. അതിന്റെ ഹിസ്റ്ററി അടക്കം. പീരിയോഡിക് സർവീസ് പോയിട്ടുണ്ടോ? പീരിയോഡിക് സർവീസും പോയിട്ടുണ്ട്. പീരിയോഡിക് വെച്ചാൽ നമ്മൾ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടില്ലെങ്കിൽ കൂടെ വർഷാവർഷം സർവീസ് ചെയ്യണം. അത് കറക്റ്റ് പോയിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ലോ കിലോമീറ്റർ വണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റിപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും ഹിസ്റ്ററി എല്ലാം ഉള്ള നല്ല അടിപൊളി വണ്ടി. ഓക്കെ, 22 രജിസ്ട്രേഷൻ, 22 മോഡലാണ്. അല്ല, 21 മോഡൽ, 22 രജിസ്ട്രേഷൻ. 26 വരെ കമ്പനി വാറണ്ടി ചെയ്യുന്ന 1 ലിറ്റർ ടോപ്പ് ലൈൻ മാനുവൽ ടൈഗറാണ്. അതെ. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? പുതിയതിൻ്റെ വില എത്ര? പുതിയതിൻ്റെ വില വരുന്നത് 19.75. ഇപ്പോഴത്തെ GSTൻ്റെ വില കുറഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 11,45,000 രൂപ. 11,45. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. താല്പര്യം എന്തായാലും വിളിക്കാം. ഒരു 10-10.25 ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു ബ്ലാക്ക് ക്രെറ്റ, KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? അതെ. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ SX ഓപ്ഷണൽ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 21-ൽ 42,000 കിലോമീറ്റർ. അതെ, നോർമൽ ഓട്ടം തന്നെയാണ്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സെൽട്ടോസിൽ GT ലൈനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ. ഇതിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ പനോരമിക് സൺറൂഫ് ഉണ്ടാവും. ഇപ്പോൾ സെൽട്ടോസിനെ സംബന്ധിച്ചിടത്തോളം 21-ൽ നോർമൽ സൺറൂഫാണ്. പിന്നെ ഫീച്ചേഴ്സിൽ മറ്റേലേക്ക് പോകുമ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 ക്യാമറ അങ്ങനെ ഉണ്ടാവും. ഇതിൽ അത് ഉണ്ടാവില്ല. ഇതിലും സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന പനോരമിക് സൺറൂഫ് ഉണ്ടാവില്ല, മറ്റേതിൽ 360 ക്യാമറ. അതാണ്. ഓക്കെ, ഒന്ന് കംപ്രസ് ചെയ്താൽ വേർന്ന് കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വിളിക്കാം. ഇത് പുതിയതിൻ്റെ പ്രൈസും ഇതിൻ്റെ പ്രൈസും. പുതിയതിൻ്റെ റേറ്റ് വരുന്നത് 23.5 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 14,70,000 രൂപ. 14,70,000. ഇത് അന്ന് ഇറങ്ങുമ്പോഴും ഏകദേശം 21-22 അടുത്തുണ്ടാവില്ല? അതിൻ്റെ മുകളിലുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ലോണോ ഒരു 13-13.25? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 1-1.5 ഉറുപ്പിൻ്റെ ബാക്കി ലോൺ കയറിപ്പോവും. പെട്രോൾ ഓട്ടോമാറ്റിക് കറക്റ്റാണ്. മൈലേജ് ഒരു 10-13 അല്ലേ? അല്ല, സ്ട്രൈറ്റ് റോഡ് കിട്ടും. 15 റേഞ്ച് കിട്ടുന്നുണ്ട് സ്ട്രൈറ്റ് റോഡിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സമാധാനമായി. സെൽട്ടോസ് എത്തി. KL 2 എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ HTK പ്ലസിൽ പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ 18,000. 2022 HTK പ്ലസ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. അതെ. സൺറൂഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൺറൂഫ് ഇല്ല, പക്ഷേ പുഷ് ബട്ടൺ, അലോയ് വീല്, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഡീഫോഗർ, വരുന്ന ഒരു ടോപ്പ് ഓപ്ഷന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, ബാക്കി കോമണായിട്ട് കാണുന്ന ബ്രാൻഡിൽ വരുന്നത്. എയർ ബാഗ് ഉണ്ട് അല്ലേ? 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ല,
ഇപ്പൊ നമ്മുടെ ഷോറൂം വാറന്റി ഉണ്ട് 1 ഇയർ എഞ്ചിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും 18,000 കിലോമീറ്റർ HTK പ്ലസ് മാനുവൽ പെട്രോൾ അല്ലേ? മാനുവൽ പെട്രോൾ. ഇതും ക്രെറ്റനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ലോങ്ങിൽ 15 കിട്ടുമായിരിക്കും മൈലേജ്? അല്ല, ഇത് മാനുവൽ അല്ലേ, 17 വരെയൊക്കെ സുഖമായിട്ട് കിട്ടും. സ്ട്രേറ്റ് കിട്ടിയ മൈലേജ് തള്ളുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഒരിക്കലും ഞാൻ ഓടിച്ച് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോൾ MGക്ക് ഞാൻ വന്നിട്ട് 12, കമ്പനി പറയണ 16, ഞാൻ വന്നിട്ട് 12 13 കിട്ടി. ഞാൻ ആരോടും പറയല്ല. ഇല്ല, അത് പറയുന്നവരുണ്ടെങ്കിൽ കിട്ടാത്തവരായിരിക്കും. അല്ലെങ്കിൽ കിട്ടിയ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെതാണ് പറയുന്നത്. അതെ. എത്ര രൂപ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,70,000 രൂപ. 10,70,000. പുതിയ ഏകദേശം 15,300. 15,300. ഓക്കെ. അപ്പോൾ താല്പര്യം വിളിക്കാൻ ലോ കിലോമീറ്റർ വണ്ടിയാണ്. വെറും 18,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോണും മാക്സിമം കയറും 90% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ജീപ്പ് കോമ്പസ് ആണ് അടുത്ത വാഹനം. KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 12-ാം മാസം വരുന്ന ഡീസൽ ജീപ്പ് കോമ്പസ് മാനുവൽ. ഡീസൽ മാനുവൽ 2 ലിറ്റർ എഞ്ചിനാണ് വരിക. 19 12-ാം മാസം ലാസ്റ്റിലേക്കാണ്. ലിമിറ്റഡ് പ്ലസ് ആണ്. അതായത് പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ എല്ലാം വരുന്ന ഓപ്ഷനാണ്. പ്ലസ് ടോപ്പ് ആണോ? ഇതിന്റെ മുകളിൽ S പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 36,000 മാത്രം. ഒരു ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് ഒരു ലോ കിലോമീറ്റർ ആണ്. ജീപ്പ് മാനുവൽ എങ്ങനെ മൈലേജ്? മൈലേജ് ഇപ്പോൾ ഡീസലൊക്കെ സ്ട്രേറ്റ് റോഡ് ആണ് മൈലേജ് പറയുന്നതെങ്കിൽ നമുക്ക് 17-18 പറയാൻ പറ്റും. ഡീസൽ സ്ട്രേറ്റ് റോഡ് മാനുവൽ ആണ്. ഇനിയിപ്പോൾ സിറ്റിയിലേക്കാണെങ്കിൽ നമുക്കൊരു 13 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. കാരണം ജീപ്പ് ഒരു പ്രീമിയം കാറ്റഗറിയാണ്. മൈലേജിന്റെ ഓക്കെ. ഇതിനോട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന വണ്ടി വെച്ചാൽ MGന്റെ ഡീസൽ ഉണ്ട്, അതേപോലെ സഫാരി ഉണ്ട്, ഹാരിയർ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ ഇത് എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 13,35,000 രൂപ. 19 മോഡൽ. 19 മോഡൽ ലിമിറ്റഡ് പ്ലസ്. ഓക്കെ, ലിമിറ്റഡ് പ്ലസ്. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുമ്പോൾ 25,000 രൂപ വില ഉണ്ട്. ഇന്ന് പിന്നെ ലുക്കൊക്കെ മാറി, വില 30 സംതിങ്. എല്ലാ റേറ്റും മാറി, അതിന്റെ ലുക്കും മാറി, എല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം മാറിയിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അന്നത്തെ വില. ഓക്കെ, 19 സംതിങ് അന്നുണ്ട്. ഇപ്പൊ 13. അന്ന് 19 സംതിങ് അല്ല, അന്ന് 25,000 രൂപ വരെ. സോറി, 25. 19 മോഡല്. ഇപ്പൊ എത്ര ചോദിച്ചാൽ? 13,35. 13,35 കൊണ്ടുപോകാം. അപ്പൊ ഏകദേശം ഒരു 10-12 ലക്ഷത്തിന് മാറ്റം എന്തായാലും വന്നു. ഓക്കെ. ലോണ് നമുക്ക് 85-90% ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ജീപ്പിന് കുറച്ച് മെയിൻ്റെനൻസ് സൈഡ് കുറച്ച് കാണേണ്ടി വരും. മെയിൻ്റെനൻസ് ഒരു 25,000-30,000 ഒരു ജനറൽ സർവീസിന് കാണും. ജനറൽ സർവീസിന് ഒരു 16-17 രൂപ അത്രേ ആകുന്നുള്ളൂ. 20,000 റേഞ്ച് കാണും അല്ലേ? 20,000 അടുപ്പിച്ചിട്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ MG വന്നു. ഇവിടുത്തെ ഒരു വണ്ടികളും സത്യം പറഞ്ഞാൽ ബ്രാൻഡ് വരെ മാറ്റിയിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. MG എത്തിയിരിക്കുകയാണ്. MG ഹെക്ടർ പ്ലസ് ആയതല്ല? ഹെക്ടർ ആണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് പെട്രോൾ, ഓട്ടോമാറ്റിക്, ഷാർപ്പാണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 52,000 കിലോമീറ്റർ ഓടി. 2019 അല്ലേ? 52,000 സിംഗിൾ ഓണർഷിപ്പ്. ഏറ്റവും ടോപ്പിന്റെ ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക്. പിന്നെ 8-10 ആ റേഞ്ച് മാക്സിമം മൈലേജ് കിട്ടുക, അത്രേ കിട്ടുള്ളൂ. ഇതിലും വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വാറണ്ടി കഴിഞ്ഞു. നമ്മുടെ ഷോറൂം വാറണ്ടി കൊടുക്കും. ഓക്കെ, എത്ര രൂപ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 10,35,000 രൂപ. 10,35. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഉണ്ട് ഓർമ്മയുണ്ടോ? അന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും 23-24 രൂപ ഉണ്ട്. നേരെ പകുതിന്റെ അടുത്ത് വന്നു. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ പിന്നെ ഏകദേശം ആ റേറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിന് ശേഷം 2 ലക്ഷം രൂപ മാറ്റം വന്നിരുന്നു. ഇപ്പൊ GST ആയിട്ട് വീണ്ടും 2 ലക്ഷം രൂപ കുറഞ്ഞു. 24 ലക്ഷം രൂപ തന്നെ ഇന്നും ഉണ്ട്. ഏകദേശം അന്നും വിലയാണ്. അന്നുണ്ട്. അപ്പൊ എന്തായാലും താല്പര്യം വിളിക്കാം. ഏകദേശം പാതി വിലേൻ്റെ അടുത്ത് ആയി കഴിഞ്ഞു വാഹനം. അടുത്തല്ല, പാതി വില കൂടുതൽ. ഓക്കെ, ആയിക്കോട്ടെ. ലോണ് ഒരു 9 ലക്ഷം കിട്ടും. ചിലപ്പോൾ ഫുൾ ലോൺ വരെ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ 1 റുപ്യ കാണേണ്ടി വരും, ചിലപ്പോൾ 1.5 കാണേണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും സെൽട്ടോസ്, കിയ സെൽട്ടോസ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ HTX പെട്രോൾ മാനുവൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. HTX ആണ്. സീറ്റ് വെന്റിലേഷൻ കാര്യമൊന്നും ഉണ്ടാവില്ല. വയർലെസ് ചാർജർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ്, സൺറൂഫ് അടക്കമുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓട്ടോ എത്ര പോയി? 42,000 പെട്രോൾ മാനുവൽ വാഹനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15-16 ലോങ്ങിൽ മൈലേജ് കിട്ടും. ടൗണിൽ ഒരു 12 ആ റേഞ്ച്. ഓക്കെ,
ഇതിൽ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററിയും വാറണ്ടി എല്ലാം ഉണ്ട്. ഇതിൽ 360 വരുള്ളല്ലോ? ഇല്ല 360 അല്ല, GT ലൈനിലേ വരുന്നുള്ളൂ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് വരുന്നത് 11,35,000 രൂപ. 21 HTX മാനുവൽ വാഹനമാണ്. അതെ. ഇത് ഇപ്പോഴത്തെ റേറ്റ് 18,79. അന്നിറങ്ങുമ്പോൾ ഏകദേശം അന്ന് എനിക്ക് തോന്നുന്നു 19,45 ആ റേഞ്ച് എന്തോ. 19,45. ഓക്കെ. ഇതിനിപ്പോൾ എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 85-90% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തായാലും ഒരു 1 lakh കണ്ടാൽ മതി, ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. ഇറക്കി കൊണ്ടുപോകും. അടുത്ത മോഡലിലേക്ക് സ്കോഡ റാപ്പിഡ് സെഡാൻ കാറ്റഗറി KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ഡീസലാണോ? ഇത് പെട്രോളാണ്. പെട്രോളാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡൽ അംബീഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 21 മോഡൽ 45,000. അതെ, നോർമൽ ഓട്ടം തന്നെ. ആംബിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ബേസ് ആണ്, പക്ഷെ കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റഡ് ആയിരിക്കും അല്ലേ? പിന്നെ അലോയ് വീലും ഉണ്ടാവും. അഡീഷൻ ചെയ്തല്ലോ? അല്ലല്ല, അങ്ങനെ തന്നെ വരുന്നത്. പിന്നെ അലോയ് വീലും ഉണ്ടാവും. അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് അവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയും ഉണ്ട് വണ്ടിയിൽ. ഓക്കെ, അത്യാവശ്യം ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ പെട്രോളാണ്. മൈലേജ് ഒരു 11-14 വരെ മാക്സിമം ഒക്കെ ഉണ്ടാവും. മാക്സിമം 14 വരെ. ലോങ്ങിലൊക്കെ മര്യാദ ഓടിച്ചാൽ അത്രയും കിട്ടുള്ളൂ. മൈലേജ് ആവറേജ് കിട്ടുള്ളൂ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് കസ്റ്റമർ വണ്ടിയാണ്. അവർ പാർക്കിംഗ് സെയിൽ വെച്ചിട്ടുള്ള 7,95 റേറ്റ് വരും. 7,95,000 രൂപയ്ക്ക് 2021 പെട്രോൾ റാപ്പിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് അംബീഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. അതാ ഞാൻ പെട്ടെന്ന് 7 വില എന്താ ഇരിക്കണേ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് എന്തായാലും. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്താ കുറച്ച് കൊടുക്കാൻ പറ്റുമോ? കസ്റ്റമർ വണ്ടിയാണ്, അവർ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റാണ്. എന്നിരുന്നാലും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ. സ്ലാവിയ അല്ലെങ്കിൽ മറ്റേ സ്കോഡൻ്റെ ഏതായിരുന്നു? സ്കോഡൻ്റെ മറ്റേ അതൊക്കെ പുതിയ ബ്രാൻഡിങ് ആണ്. ഇതിൻ്റെ പുതിയ മോഡൽസ് ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി സെൽട്ടോസ്. എങ്ങനെ എത്ര പുച്ഛം അല്ല, എന്താ പുച്ഛക്കത്ത്? എങ്ങനെ ഇത് 2021 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ HTX 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2026 8 മാസം വരെ വാറണ്ടി ഉള്ള വണ്ടി. HTX 2021 മോഡൽ അല്ലേ? 28 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. 28 വരെ അല്ലേ? 26 8 മാസം വരെ. അതാണ് ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാമല്ലോ? എടുത്ത് കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? പുതിയതിൻ്റെ വില രണ്ടും കൂടെ? പുതിയതിൻ്റെ വില എനിക്ക് തോന്നുന്നു 21.5 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 13,25,000 രൂപ. 13,25 അല്ലേ? അതെ. അപ്പോൾ താല്പര്യം വെറുതെ പുതിയതിൻ്റെ ഒന്ന് വെറുതെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ? സെർച്ച് ചെയ്തോ, പ്രശ്നമില്ല. തെറ്റി പറഞ്ഞിട്ട് വെറുതെ ആളുകളെ കൺഫ്യൂഷൻ അടിപ്പിക്കണ്ടല്ലോ. അതെ, വെയിറ്റ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റാൻ കാത്തിക്കാൻ രണ്ട് ചീത്ത കേൾക്കാൻ അതെന്തായാലും കേട്ടോളൂ. അത് കേൾക്കും, അത് കേൾക്കാതെ ഇരിക്കില്ലല്ലോ. HTX അല്ലേ പറഞ്ഞേ? HTX ഓട്ടോമാറ്റിക്. HTX ഓട്ടോമാറ്റിക് ഓൺ റോഡ് റേറ്റ് വരുന്നത് 20,50,000. 20,50,000 പുതിയ വണ്ടിക്ക് ഓൺ റോഡ് റേറ്റ് വരുന്ന വാഹനമാണ്. അതെ അതെ. അപ്പോൾ അന്നും ഏകദേശം ഒരു 19 ഉണ്ടാവോ? അല്ല, അന്ന് ഈ റേറ്റ് ഒക്കെ ഉണ്ട്. ഈ റേറ്റ് ഒക്കെ ഉണ്ട്. 20 കുറയല്ലേ കൂടി അത് കുറഞ്ഞു. 21 അതുകൊണ്ട് വെച്ചാൽ അല്ല, അതാ പറഞ്ഞ കൂടി അതിന് ശേഷം പിന്നെ കുറഞ്ഞു. സെയിം ഇതിലേക്ക് തന്നെ എത്തി, അത്രേ ഉള്ളൂ. അത്ര തന്നെ ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? നമുക്കൊരു 85% ചെയ്യാം. 1-1.5 ഉറുപ്പിക അടിച്ചാൽ ബാക്കി ലോൺ കയറും. കുറേ ടൈമും കണ്ട സ്ഥിതിക്ക് ഒരു കുഷാക്ക് കൂടെ കാണാം. KL 73 രജിസ്ട്രേഷൻ. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിൽ 1 ലിറ്റർ ടെർബോ. സ്റ്റൈല് ഫുൾ ഓപ്ഷൻ. ഓക്കെ, 23-24 എന്ന് പറയുമ്പോൾ അല്ല, ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞു. ടോപ്പ് ലൈൻ ടൈഗുള്ള സ്റ്റൈലാണ്. ഓക്കെ, ഇപ്പോൾ 27 വരെ വാറണ്ടി ഉണ്ടാവും. 28 വരെ ഉണ്ട്. 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 28 വരെ ഉണ്ട്. 4 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. 4 വർഷം വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. കിലോമീറ്റർ ഇത് 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓട്ടം പോയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, ഓട്ടോമാറ്റിക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഒരു 1 ലിറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 16 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ലോങ്ങിലൊക്കെ ഒരു 14-15 കണക്കാക്കാം ലോങ്ങിൽ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിൻ്റെ പുതിയതിൻ്റെ വില? പുതിയതിൻ്റെ വില 20,60,000 രൂപയാണ്. സ്റ്റൈലിനല്ലേ? സ്റ്റൈലിന്. അപ്പം നമ്മൾ ചോദിക്കുന്നത് 13,25,000 രൂപ. 13,25. ഓക്കെ, അപ്പോൾ ഒരു 7 ലക്ഷത്തിനടുത്ത് മാറ്റം വന്നിട്ടുണ്ട് ഏകദേശം. അടുത്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാം.
പിന്നെ പുതിയ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട് തോന്നുന്നു. സ്റ്റൈൽ ഓപ്ഷന്റെ പേര് മാറി, കുറെ പേരെന്തോ അങ്ങോട്ട് മാറിയിട്ടുണ്ട്, കുറെ ഓപ്ഷൻസ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. അടുത്ത വണ്ടി നേരത്തെ നമ്മളൊരു ടൈഗോണും വെർട്ടസും കണ്ടിരുന്നു. ഇപ്പൊ കുഷാക്കും സ്ലാവിയും സെഡാൻ കാറ്റഗറി തന്നെ. ഇനി റാപ്പിഡും വരാണ്ട്. ഓക്കെ, റാപ്പിഡ് വരാണ്ട്. ഇതിപ്പോ രണ്ടെണ്ണം കണ്ട അടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് GT ആയിരുന്നു, ഇത് നോർമൽ ആണല്ലോ. 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്ററിൽ സ്റ്റൈല് വരുന്നത്. ടർബോ 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക് ആണ്. 2023 മോഡൽ 24 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് സെയിം. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 37,000. ഓക്കെ, അതേപോലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടും കേട്ടോ. സെയിം മൈലേജും ഉണ്ടാവും. സെയിം വാറണ്ടിയും സെയിം 2028 വരെ ഉണ്ട്. കമ്പനി വാറണ്ടി. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, ഇതിന് ഇപ്പോഴത്തെ വില 20 ലക്ഷം റുപ്യ. പുതിയ വില 20 ലക്ഷം. 13.25 നമ്മളിപ്പോൾ ചോദിക്കുന്ന വില. 13.25 ചോദിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 6-6.25 മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? ഓക്കെ, താല്പര്യം ഉണ്ടാവും വിളിക്കാം. 28 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹ്യുണ്ടായുടെ ഒരു 7 സീറ്റർ കാണാം. KL7 രജിസ്ട്രേഷൻ അൽക്കാസർ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് പ്രസ്റ്റീജ് ആണ് ഓപ്ഷൻ വരുന്നത്. പ്രസ്റ്റീജ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രസ്റ്റീജ് പ്ലസ് അല്ല. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. ഫുള്ളിന്റെ തൊട്ട് താഴെയല്ല, അതിൻ്റെ താഴെയാണ്. പക്ഷെ എന്നിരുന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പാനോരമിക് സൺറൂഫ് ഉണ്ട്, പുഷ് ബട്ടൺ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, ബാക്ക് ക്യാമറ ഉണ്ട്, ഡീഫോഗർ, ബാക്ക് വൈപ്പർ, അലോയ് വീല്. ആയിക്കോട്ടെ. അതെ, 21 ഓട്ടോ എത്ര? 37,000. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഇതിന്റെ വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല, നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ട്. ഓക്കെ, ഷോറൂം വാറണ്ടി 1 ഇയർ അല്ല? 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും എല്ലാം 10,000 കിലോമീറ്റർ നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ വില പറഞ്ഞു, പുതിയതിന്റെ പഴയതിന്റെ? പുതിയതിന്റെ വില ഇതിന് 21 ലക്ഷം റുപ്യ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,35,000 രൂപ. 14,35,000. 21 ലക്ഷം ഇപ്പോൾ ഓൺ റോഡ് വരുന്നുണ്ട്. അന്ന് ഏകദേശം എത്ര ഉണ്ടാവും? 7 സീറ്റർ. അന്ന് ഏകദേശം എത്ര ഉണ്ടാവും? അന്ന് എനിക്ക് തോന്നുന്നു 22 റുപ്യ റേഞ്ച് തന്നെ ഉണ്ട്. മേറോട്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും നോക്കിയിട്ട് വിളിക്കാം. 7 സീറ്റർ വാഹനമാണ്. 7 സീറ്റർ ഓട്ടോമാറ്റിക് നോക്കുന്നവരുടെ വിളിക്കാം. അതെ, ഉണ്ടായി. മൈലേജ് പൊതുവെ കുറവായിരിക്കും. 12-13 കൂട്ടി അതൊക്കെ കണ്ടാൽ മതി മാക്സിമം. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിൽ അടുത്തത് ഹാരിയർ അല്ല, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹെയർ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ്. കഴിഞ്ഞ വീഡിയോ വെച്ചാൽ ചെയ്തിട്ട് അധികമായിട്ടില്ല, ഒരാഴ്ച 2 ആഴ്ച മാക്സിമം അതിൻ്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കാണിക്കാത്ത വണ്ടികളോ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്തൊന്ന് കൂടെ കൊടുക്കുക. മനസ്സേ, അപ്പോൾ താങ്ക് യു. പുതിയ ഹാരിയർ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.